ഹലോ, ഗുഡ് മോർണിംഗ്. എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് 20-ാം തീയതിയാണ്, വെള്ളിയാഴ്ചയാണ്. 6:25 നമ്മൾ ഓൺലൈൻ ആയിട്ടുണ്ട്. യൂബർ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ ഓട്ടോറിക്ഷയിലോട്ട് കൺവേർട്ട് ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് മാക്സിമം ട്രിപ്പ് എടുക്കണമെന്നും വിചാരിച്ചായിരിക്കുന്നത്. ഇന്നലെ മുതൽ നമ്മൾ പുതിയൊരു പരിപാടി തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം നടക്കാൻ പോവുക എന്നുള്ള ഒരു സംഭവം തുടങ്ങി. ഇന്നലെ നടന്നുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്റെ ഇടതുകാലിൽ ഇപ്പൊ ഭയങ്കര വേദനയാണ്. ക്ലച്ച് ചവിട്ടുമ്പോഴൊക്കെ ഭയങ്കര ഒരു പെയിൻ ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അപ്പം നടക്കുമ്പോഴൊക്കെ ചെറിയൊരു ഏന്തലുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് അതൊക്കെ വീഡിയോയിലോട്ട് പോയി. അപ്പൊ നമ്മൾ ഓൺലൈൻ ആയിട്ടുണ്ട്. ബാക്കിയൊക്കെ എങ്ങനെയാന്ന് അറിയാൻ പാടില്ല. പോകെ പോകെ ഇനി കണ്ടിന്യൂസ് ഇരുന്ന് ഓടിക്കാൻ പറ്റുമോ? ക്ലച്ച് ചവിട്ടുമ്പോഴൊക്കെ ചെറിയ വേദനയുണ്ട്. അപ്പൊ ഇന്നലെ ഓയിൽമെന്റ് ഒക്കെ ഇട്ടിട്ടും ഒരു രക്ഷയില്ല. ഏതായാലും നമുക്ക് 2 ദിവസം എടുക്കുമെന്ന് തോന്നുന്നു. ഈ നടന്നുകൊണ്ടാന്ന് തോന്നുന്നു. മസിലൊക്കെ വലിഞ്ഞ് ഞരമ്പൊക്കെ ഒന്ന് വലിഞ്ഞില്ലേ, അതുകൊണ്ടാകാനാണെന്ന് തോന്നുന്നു വേദന. അല്ലാണ്ട് വേറെ തട്ടും മുട്ടും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വണ്ടി ക്ലച്ച് ചവിട്ടുന്നതിന്റെ ആണോന്ന് വെച്ചാൽ നമ്മള് ഇന്നലെ തുടങ്ങിയതല്ലല്ലേ വണ്ടി ഓടിക്കാൻ. അപ്പൊ അതിന്റെ ആകാൻ വഴിയില്ല. അപ്പൊ നമ്മൾ ഇന്നലെ പുതിയതായിട്ടൊരു സ്ഥലത്ത് തുടങ്ങിയത് ഇന്നലെ നടക്കാൻ ഇറങ്ങിയെന്നുള്ളതാണ്. നടത്തോ ഓട്ടോ ഒക്കെ ആയിട്ടൊരു 1.5 മണിക്കൂർ അങ്ങനെ പോയി. ഇനി അതിന്റെ ആകാനാണ് 99% അതിന്റെ ആകാനാണ് വഴി. ഏതായാലും നമുക്ക് നോക്കാം. പറ്റത്തില്ലെങ്കിൽ നമുക്ക് ട്രിപ്പ് നിർത്താം, അതല്ലെങ്കിൽ നമുക്ക് ഓടാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓൺലൈൻ ആയിട്ടുണ്ട്. അവർക്ക് ട്രിപ്പ് കേട്ടാ. ഓക്കെ, അങ്ങനെ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ. വൈറ്റിലെ ഹബിലേക്കാണ്. ഒരു ഗൗരിയാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഫ്ലാറ്റിൽ നിന്നാണ്. അസിസ്റ്റ് കൊട്ടാരം എന്ന് പറയും. അവിടെ നിന്നാണ് കേട്ടോ. കേപ്പാതായാലും നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, 133 രൂപ ട്രിപ്പാണ്. നമ്മളിപ്പോ വൈറ്റിലെ ഹബിലാണ് കേട്ടോ. വൈറ്റിലെ ഹബില് പണി നടക്കുന്നതുകൊണ്ട് ബസ്സുകളെല്ലാം ഈ റൂട്ടിൽ ഇറക്കിയിട്ടേക്ക് കേട്ടോ. നമ്മളിവിടെ ആളെ ഇറക്കി. നമുക്ക് ഇതായിരുന്നു അതിന്റെ ഇത് 4.91 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 101 രൂപയാണ് കേട്ടോ ക്യാഷ് കളക്ടഡ്. 20 രൂപ ഇവര് തന്നു. അത് കൂടാണ്ട് അവര് 20 രൂപ അഡീഷണൽ കൂടെ തന്നു കേട്ടോ. അപ്പൊ നമുക്ക് ടോട്ടലി 120 രൂപ അവര് തന്നു. കമ്പനി 120 രൂപ തന്നു. അങ്ങനെ 120ഉം 20ഉം 140 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. 20 രൂപ ടിപ്പായിട്ട് തന്നെ വെച്ചോളം പറഞ്ഞു. അപ്പൊ ഏതായാലും നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് തന്നെ നമ്മൾ വൈറ്റിലെ ഹബിലേക്കായിരുന്നു. അത് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടാ. പറഞ്ഞെങ്ങാനും വന്നാൽ മതിയായിരുന്നു. പട്ടപ്പട്ടയെന്നും പറഞ്ഞുകൊണ്ട് ഒരു 9 മണി ആവുമ്പോഴത്തേക്കും ടപ്പടപ്പയെന്നും പറഞ്ഞൊരു 3-4 ട്രിപ്പ് വരികയായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. ഏതായാലും നമുക്ക് മുന്നേ വന്ന ആൾക്കാരൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇതേ ഫ്രണ്ടിൽ ഒരു വണ്ടിയുണ്ട്, അതിന്റെ അപ്പുറമുണ്ട്, അങ്ങാറ്റത്തൊരു വണ്ടി കിടപ്പുണ്ട്. അപ്പൊ അവരുടെയൊക്കെ വലയിൽ പെടാണ്ട് നമ്മുടെ വലയിൽ വന്ന് കയറണം. അപ്പൊ ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളോട് വെയിറ്റ് ചെയ്യണം കേട്ടാ. ഓക്കെ, അധികം നേരം വണ്ടിക്കകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. കാലിന് വേദന ഉണ്ട്. പിന്നെ അധികമായിട്ട് അങ്ങനെ ഇതാവുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്കൊന്ന് ഇറങ്ങി നിൽക്കാം. ഓക്കെ, വണ്ടിയുടെ ടെസ്റ്റും ഇൻഷുറൻസും എല്ലാം കൂടെ ഭ്രാന്ത് പിടിപ്പിക്കും. നമുക്കങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കാനും പറ്റത്തില്ല. പേയ്മെന്റ് ചെയ്യണ്ടേ, വണ്ടി ടെസ്റ്റ് ചെയ്യണ്ടേ. ഏതായാലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മാക്സിമം കടിച്ചു പിടിച്ചിരിക്കാന്നുള്ള രീതിയിലാണ് ഇറങ്ങിയേക്കുന്നത്. അടുത്ത ട്രിപ്പ് പട്ടയെന്ന് വന്നാൽ മതിയായിരുന്നു. ഓക്കെ, നമുക്കൊന്ന് ഇറങ്ങി നിൽക്കാം. ഓക്കെ, നമുക്ക് വൈറ്റിലെ ഹബിൽ നിന്ന് ഒരു ഇൻഫോ പാർക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഫോ പാർക്ക് ഒരു അരുൺ ബെന്നിയാണ്. അരുൺ ബെന്നി അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് പോയി പിക്ക് ചെയ്യാം. ഇൻഫോ പാർക്കിലേക്കാണ്. ഇതിൽ തിരക്ക് കൂടുന്നതിന് മുന്നേ കൊണ്ടാക്കിയിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവും. ഓക്കെ, നമുക്ക് മുന്നേ വന്ന വണ്ടികളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഏതായാലും അവരുടെ വലയിൽ പെടാണ്ട് നമുക്ക് വന്നു. ഓക്കെ, നമുക്ക് ഏതായാലും ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് തമ്മനത്താണ് കേട്ടോ. നമുക്ക് ഇതാണ് വൈറ്റിലേന്ന് ഇൻഫോ പാർക്ക് അടിച്ച ട്രിപ്പാണ് കേട്ടോ. 9.41 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 200 രൂപ ക്യാഷ് കളക്ടഡും 190 രൂപ നമുക്ക് ലഭിച്ചു. ആ ട്രിപ്പ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പൊ തന്നെ നമുക്ക് അവിടെ നിന്ന് അടുത്ത ട്രിപ്പ് കണക്ട് ചെയ്ത് കിട്ടി കേട്ടോ. അത് തമ്മനത്തോട്ടാണ്. ഇടച്ചിറയെന്ന് പള്ളൂത്ത് റോഡ് തമ്മനം.
തമ്മനം കുമാർ ഹോസ്പിറ്റലിലോട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ആളെ കൊണ്ട് ഇറക്കി. 240 രൂപയാണ് ക്യാഷ് കളക്റ്റഡ്. 10.50 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 240 ക്യാഷ് കളക്റ്റഡും 209 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും തമ്മനത്തുനിന്ന് വൈറ്റില റൂട്ടിലോട്ട് തിരിച്ചിട്ടേക്കാണ്. അപ്പോൾ ടോട്ടലി നമ്മളിപ്പം എത്ര ട്രിപ്പാണ് ചെയ്ത് നോക്കട്ടെ. എത്ര ട്രിപ്പായിരുന്നു? 3 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 527 രൂപ ഏൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഓൺലൈനിൽ നിൽക്കുകയാണ്. വേറെ ഇതൊന്നും ഇല്ല, ഉള്ളി യൂബർ മാത്രം. ഓക്കെ, എന്തായി തീരുമെന്ന് നോക്കാം. ഓക്കെ, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് തമ്മനത്തുനിന്ന് തൃക്കാക്കരയ്ക്ക് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു രാജ്യാണ്, രാജ്യം അവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഓക്കെ, നമുക്ക് രാജ്യനെ പിക്ക് ചെയ്യാം. വൈറ്റില ഭാഗത്തോട്ട് പോയിട്ട് വേണം എടുക്കാൻ. ഓക്കെ, തൃക്കാക്കരയ്ക്കാണ് കേട്ടോ, സെന്റ് ജോർജ് ചർച്ച്. ഓക്കെ, ഏതായാലും നമുക്ക് പിക്ക് ചെയ്യാം. ഇപ്പൊ നമ്മളുള്ളത് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് തമ്മനത്തുനിന്ന് തൃക്കാക്കരയ്ക്കായിരുന്നു, അത് പുക്കാട്ടോട് റൂട്ടിലായിരുന്നു നമ്മുടെ ഡ്രോപ്പ്. അത് 8.30 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. 8.30 30 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് അപ്പൊ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അവിടെ നിന്ന് അടിച്ചു. ഇൻഫോ പാർക്കിലേക്കായിരുന്നു. സാമാന്യം നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. കാക്കനാട് പ്രൈവറ്റ് സ്റ്റാൻഡ് മുതൽ ഇൻഫോ പാർക്കിന്റെ ഇവിടം വരെ ഭയങ്കര ബ്ലോക്ക്. ഒരു തരത്തില് അറിയാവുന്ന ഊടുവഴി കൂടെയൊക്കെ കുത്തിക്കയറ്റി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷന്റെ അതിലേക്കൂടെയൊക്കെ വന്ന് കൊണ്ടാക്കി. 6 കിലോമീറ്റർ ഓടി 165 രൂപ ലഭിച്ചു കേട്ടോ. അതായത് നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചോട്ടെ. ഇത് എങ്ങോട്ടാണെന്ന് അറിയാൻ പാടില്ല. കുസുമഗിരി. ഓ, അത് പോട്ടെ. കുസുമഗിരി അങ്ങോട്ടൊക്കെ ഒടുക്കത്തെ ബ്ലോക്കാണ്. അതൊത്തെങ്കിൽ നമുക്ക് തന്നെ കിട്ടുകയും ചെയ്യുന്നു. ബാക്കടിച്ചു പോട്ടെ. അത് പോയി. കുസുമഗിരിയിൽ നിന്ന് പിക്കപ്പ് 14 കിലോമീറ്റർ. ആ ഏരിയയിലോട്ട് അടുക്കാൻ പറ്റുന്നില്ല, അത്രമാതിരി ബ്ലോക്കാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാം. അല്ലെങ്കിൽ വീണ്ടും വണ്ടാറ് നമുക്ക് തന്നെ അടിച്ചത്. രാജഗിരി വാലി. അപ്പൊ അത് നമ്മൾ പോകുന്ന വഴിക്കെങ്ങാനാണോ നോക്കട്ടെ. 270 രൂപ ട്രിപ്പാണ്. ഓ, 650 മീറ്റർ ഉണ്ട്. ഏതായാലും നമുക്കത് എടുക്കാം കേട്ടോ. ആരെ വിളിച്ചു പറയാം, വെയിറ്റ് ചെയ്യാമെന്ന് ചോദിക്കാം. ഓക്കെ, ഇൻഫോ പാർക്കിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ. നിറച്ച് ബ്ലോക്കല്ലേ, അയ്യാ കുട്ടം ബ്ലോക്കാണ് കേട്ടോ. മോളിൽ നിന്ന് വണ്ടി ഇറങ്ങി വരുന്നു, അതിനിടയ്ക്ക് ബൈക്കുകാർ ഇറങ്ങി വരുന്നു. ബൈക്കുകാരാണ് കൂടുതലും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ രണ്ടെണ്ണാത്ത ഇച്ചിരി വഴിയുള്ളൂ, അതിനിടയ്ക്കൂടെ കയറി വരും, മൊത്തം ബ്ലോക്കാക്കും. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 270 രൂപ ട്രിപ്പാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. രാവിലെ മുതൽ ചെറിയ ചെറിയ ട്രിപ്പുകൾ അടിച്ചോണ്ടിരുന്നത്. ഏതായാലും ഇപ്പൊ ഒരു 270 ട്രിപ്പ് അടിച്ചോണ്ട് അത് എടുക്കാൻ വേണ്ടി പോവാണ്. ബ്ലോക്കാണ്, എന്നാലും കുഴപ്പമില്ല. എങ്ങോട്ടാണെന്ന് അറിയാൻ പാടില്ല. അവര് ചില ട്രിപ്പുകളിൽ അവിടുത്തെ പിൻകോഡ് മാത്രമേ വരുന്നുള്ളൂ, പോസ്റ്റ് ഓഫീസ് കോഡ് മാത്രമേ വരുന്നുള്ളൂ, സ്ഥലം വരുന്നില്ല. അതുകൊണ്ട് അറിയാൻ പാടില്ല. ഇതിപ്പോ എങ്ങോട്ടാന്ന് അറിയാൻ പാടില്ല. ഒരു 14 കിലോമീറ്റർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും ചെന്ന് നോക്കാം. അവരേതായാലും വെയിറ്റിംഗിനാണ്. ഏതായാലും നമ്മൾ പ്രതീക്ഷിച്ചത്ര ബ്ലോക്ക് വന്നില്ല കേട്ടോ. ഞാൻ മുമ്പേ അതിൽ അങ്ങോട്ട് പോകുമ്പോ ഇവിടെ ഒക്കെ ഫുള്ള് ബ്ലോക്കായിരുന്നു. ഞാനും ഇവിടുന്ന് നിരങ്ങിയാണ് അങ്ങോട്ട് പോയത്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ സമയം 10 മണിയാകാൻ പോയില്ല ഇനി, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. മഴ പെയ്യാണെങ്കിൽ കുറെ ബൈക്കുകളൊക്കെ കുറയും കേട്ടോ, വണ്ടികൾ കുറയും. ഏതായാലും നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ കേസ്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് മിൽമേഡ് അവിടെയാണ് കേട്ടോ, എടപ്പള്ളി മിൽമേഡ് അവിടെയാണ്. നമ്മൾ ഏൺ ചെയ്തേക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 224 രൂപയാണ് ഈ കഴിഞ്ഞ ട്രിപ്പിൽ നമുക്ക് ലഭിച്ചേട്ടോ. അത് പിൻകോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെങ്കിൽ അവിടെ ചെന്ന് ആള് വന്ന് വണ്ടിയെ കയറി OTP വിളിച്ചപ്പോ ആലുവയ്ക്കായിരുന്നു. ആലുവയില് പൊക്കോണ്ടിരുന്നപ്പോ അവര് ആരാണ്ട് വിളിക്കുവോ എന്തോ ചെയ്ത്, അപ്പൊ അവര് പറഞ്ഞു 1:30 ആകുമ്പോ ചെന്നാ മതി എന്ന് പറഞ്ഞത് കൊണ്ട് അവര് ഇനി എന്ത് ചെയ്യൂ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അവര് ലുലുവിലോട്ട് ഡെസ്റ്റിനേഷൻ മാറ്റി കൊടുത്തു, ലുലുവിലേക്ക് ആക്കി. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ലുലുവിൽ ആളെ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മള് ആ എമൗണ്ട് വന്നിട്ടില്ല. നോ നെറ്റ്വർക്ക് കണക്ഷൻ എന്നും പറഞ്ഞിരിക്കുകയാണ്. എന്താണത്?
ഇപ്പോൾ ഓടിയ ട്രിപ്പിന്റെ ഇത് വന്നു. ഇതാണ് 8.78 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇത് 224 രൂപ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഈ സമയത്തൊക്കെ ലുലുവിൽ നിന്ന് ട്രിപ്പ് കിട്ടാൻ ചാൻസ് ഇല്ല, കുറവാണെന്നല്ല, ഇല്ല. അപ്പൊ ആൾക്കാർ അങ്ങോട്ട് വരുന്ന ടൈമല്ലേ, പർച്ചേസ് ചെയ്ത് ഇറങ്ങേണ്ട സമയമായിട്ടില്ല. അപ്പൊ അവിടെ കിടന്നിട്ട് കാര്യമില്ല എന്ന് കണ്ടുകൊണ്ട് നമ്മള് നേരെ പത്തടിപ്പാലം മെട്രോ സ്റ്റേഷന്റെ അവിടെ വന്ന് കിടക്കാണ് കേട്ടോ. മിൽമയുടെ അടുത്ത് നമ്മുടെ എടപ്പള്ളി CNG പമ്പിന്റെ ഒക്കെ അവിടെ വന്ന് കിടക്കാണ്. ഇനിയിപ്പോ ഇവിടുന്ന് ഇനി എങ്ങോട്ട് അടിക്കുമെന്ന് അറിയില്ല. ഏതായാലും നമുക്കൊന്ന് പുറത്തിറങ്ങിയേക്കാം. ഓക്കെ ഗേസ്, അപ്പൊ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് ലഭിച്ചിട്ടില്ല കേട്ടാ. 10ഉം 12ഉം 3 മണിക്കൂറായി. 4 മണിക്കൂറാവാൻ പോകുന്നു കേട്ടാ. ഒരു രക്ഷയില്ല. ഇന്നത്തെ ഓട്ടം ഹദാ ഹുവായാന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ല. എനിക്ക് മുന്നിലും പറയിലൊക്കെ നിറച്ച വണ്ടിയാണ്, എന്താണെന്നറിയില്ല. ഏതായാലും നമുക്ക് ഇവിടുന്ന് മെഡിക്കൽ സെന്ററിന്റെ ഭാഗത്തോട്ട് പോകാം, അതേ രക്ഷയുള്ളതെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മള് 1095 രൂപ ഓടി നിൽക്കുകയാണ്. 6 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത ടൈം കാണിക്കാം 9:48 എടുത്ത ട്രിപ്പാണ്. പിന്നെ ട്രിപ്പ് അടിച്ചിട്ടില്ല. ഇപ്പൊ ശരിക്കും 4 മണിക്കൂറായി. ഓക്കെ, ഏതായാലും നമുക്ക് പാലാരിവട്ടത്തോട്ട് പോവാം. ഇനിയിപ്പോ ലുലു മാളിൽ നിന്നോ ഒബ്ര മാളിൽ നിന്ന് അങ്ങനെ ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ ഓക്കെ, എന്താണെന്ന് അറിയത്തില്ല. ഇപ്പൊ 1:45 ഈ ഇച്ചോടെ കഴിയുമ്പോ ബ്ലോക്കും തുടങ്ങും. ഏതായാലും നമുക്ക് അങ്ങോട്ട് നീങ്ങാം കേട്ടോ. ഇവിടെ കിടന്നിട്ട് കാര്യമില്ല, ഇവിടെ കിടന്ന വേറെ ഇറങ്ങും അല്ലെങ്കിൽ. ഓക്കെ, പോവാം. നമ്മള് പാലാരിവട്ടത്തോട്ട് പോകാന്നും പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടി പോണെന്ന് യൂബറിന്റെ ആപ്പ് ഒന്ന് ഓഫാക്കി ഓണാക്കി. അപ്പൊ തന്നെ നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചേട്ടാ. ഏതായാലും വെപ്രാളം പിടിച്ചത് എങ്ങോട്ടാണെന്ന് നോക്കാൻ പറ്റിയില്ല, ചാടി എടുത്ത്. കാരണം 4 മണിക്കൂറായിട്ട് വെറുതെ കിടക്കാനുള്ള. അപ്പൊ വന്ന പാടെ ചാടി എടുത്ത്, എങ്ങോട്ടാണെന്ന് നോക്കാൻ പറ്റില്ല. ഒരു 260 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു ഫെയർ കാണിച്ച്. എങ്ങോട്ടാണെന്ന് അറിയാൻ പാടില്ല. നമ്മള് രാജഗിരി സ്കൂളിന് അങ്ങോട്ട് പോകുന്ന വഴിയിൽ നിന്നാണ് അടി വന്നേക്കുന്നത് കേട്ടാ. നമ്മളാ ജിഞ്ചർ ഹോട്ടലിന്റെ അവിടെ നിന്ന് നമ്മള് പാലാരിവട്ടത്തോട്ട് യൂട്ടേൺ തിരിയുകയും ചെയ്തു. അന്നപ്പോഴാണ് ഈ ട്രിപ്പ് അടിച്ചത്. പിന്നെ അവിടെ യൂട്ടേൺ ഇട്ടില്ല. പിന്നെ നമ്മള് കിൻഡർ ഹോസ്പിറ്റലിന്റെ അവിടെ പറഞ്ഞു അടുത്ത യൂട്ടേൺ ഉള്ളത്. അവിടെ വന്ന് തിരിഞ്ഞ് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആള് വെയിറ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അവിടെ എത്താറാകുമ്പോ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പണിപാളി. ആള് ക്യാൻസൽ ചെയ്യാൻ ചാൻസ് കുറവാണ്. ലേഡീസ് എങ്ങാനാണെങ്കിൽ വെയിറ്റ് ചെയ്യും. ഒരു ജിഷ ആണ് കേട്ടാ. അപ്പൊ വെയിറ്റ് ചെയ്തോളൂ. ജിഷ അവിടെ റെഡി ആയി നിപ്പുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് കളമശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ സൈഡിലാണ് കേട്ടോ. നമുക്ക് പത്തടിപ്പാലത്തിന്റെ അവിടെ നിന്ന് കിട്ടിയത് ഇൻഫോ പാർക്കിലേക്കായിരുന്നു കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ പറയാവേ. പത്തടിപ്പാലത്തിന്റെ അവിടെ നിന്ന് കിട്ടിയതാണ്. സ്മാർട്ട് സിറ്റി ആണ് കേട്ടോ. കളമശ്ശേരി ചുള്ളിക്കാവ് ടെമ്പിൾ റോഡ് കളമശ്ശേരി, അതായത് മറ്റേ രാജഗിരി സ്കൂളിന്റെ ഒക്കെ ആ ഭാഗത്തു നിന്നാണ്. അവിടുന്ന് സ്മാർട്ട് സിറ്റിയിലോട്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ട്രിപ്പ് നമുക്ക് കിട്ടിയത് 290 രൂപയാണ് നമുക്ക് ക്യാഷ് കളക്റ്റഡ്. 225 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോ അവിടുന്ന് അടുത്ത് സ്പോട്ട് അടിച്ച് അടുത്ത ട്രിപ്പ് കിട്ടി. അത് സ്മാർട്ട് സിറ്റിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ നോർത്ത് കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനിലോട്ട് ഒരു ട്രിപ്പ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ആ പുള്ളിയോട് ചോദിച്ചു, ഇവിടെ എങ്ങനെ സ്റ്റോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, എന്താ മെമു അങ്ങനെയായിട്ടൊരു വണ്ടിയുടെ പേര് പറഞ്ഞു. അതിന് മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ളൂ. മെമു, അതിന് മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ളൂ. അതിന് പോകാൻ വേണ്ടിയാണ്, ഒറ്റപ്പാലത്തിന് പോകാനാന്ന് പറഞ്ഞു. അപ്പൊ ആളെ അവിടെ കൊണ്ടാക്കി നമ്മളിപ്പം തിരിച്ചു വന്ന് അവിടെ പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യാണ്. 267 രൂപയാണ് ക്യാഷ് കളക്റ്റഡ്. 235 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. 11 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടലി ഇപ്പം 1557 രൂപ. നമ്മള് 8 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പൊ നമ്മള് മരടിലേക്ക് ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മള് 3:30 ഒക്കെ ആകുമ്പോ നിർത്തൂല്ലോ. എന്നിട്ട് പിന്നെ 7:30 ആകുമ്പോ ഇറങ്ങാം. ഓക്കെ, അപ്പൊ അടുത്ത ട്രിപ്പ് വരട്ടെ കേട്ടോ. നമ്മൾ ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ വെച്ച് വീണ രക്ഷപ്പെട്ടു. ഏതായാലും നോക്കാം കേട്ടാ. അപ്പൊ നമ്മള് കളമശ്ശേരിയിൽ നിന്ന്
ഓഫ്ലൈനിൽ പോവാണ്. ഇനിയിപ്പോ നമുക്ക് നൈറ്റ് ഇറങ്ങാം. 7 മണിയൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ ഇറങ്ങാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇത്ര 1557 ഓടിയിട്ടുള്ളൂ കേട്ടോ. ട്രിപ്പ് വരാൻ ഭയങ്കര ലാഗടിച്ച് നിൽക്കുകയാണ്. ഏതായാലും നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ. ഇപ്പൊ ഇന്ന് നമ്മൾ 4 മണിക്ക് നിർത്തിയായിരുന്നു. 3 മണിയായപ്പോൾ നിർത്തിയായിരുന്നു. നമ്മൾ വീണ്ടും ഇപ്പൊ സമയം 7:57 ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഓൺലൈനിൽ പോവാണ് കേട്ടോ. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. വീണ്ടും നമ്മൾ ഓൺലൈനിൽ പോവാണ്. ഓണായിട്ടില്ല. ഓൺലൈൻ ആകാൻ പോവാണ് കേട്ടോ. 1558 കോടിയായിരുന്നു. അപ്പൊ ആ 49 രൂപ അവർ കമ്മീഷൻ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള പൈസയാണിത്. അപ്പൊ ഏതായാലും നമ്മള് ഓൺലൈൻ ആയിട്ടുണ്ട്. നമുക്ക് ഇന്റർസിറ്റി നമുക്ക് ഓഫ് ആക്കിയേക്കാം. നമുക്ക് നൈറ്റ് ഇന്റർസിറ്റി പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ദൂരോട്ടൊന്നും പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്റർസിറ്റി ഓഫ് ആക്കിയത് കേട്ടോ. അടുത്ത് ഇനിയിപ്പോ ട്രിപ്പ് വട്ടെ കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഒരു ട്രിപ്പ് കിട്ടി. പള്ളുരുത്തിക്കാണ് കേട്ടോ. നമ്മുടെ അടുത്തുനിന്ന് തന്നെയാണ്. ഏതായാലും ആ ട്രിപ്പ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ. ഇവിടെ അടുത്തുകൊണ്ടാണല്ലോ. ഓക്കെ. അപ്പൊ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമുക്കിപ്പോ കിട്ടിയ ട്രിപ്പ് എന്ന് വെച്ചാൽ മരടിന്ന് പള്ളുരുത്തിലോട്ടായിരുന്നു കേട്ടോ. ആ ട്രിപ്പ് കഴിഞ്ഞു. ഇതാണ് അതിന്റെ ഡീറ്റെയിൽസ്. വെട്ടക്കുറവുണ്ടായിരിക്കും അല്ലേ. ഇതാണ് അതിന്റെ ഡീറ്റെയിൽസ്. 7.20 കിലോമീറ്റർ ഉണ്ടായിരുന്നു. നമുക്ക് 200 രൂപ ക്യാഷ് കളക്റ്റഡ്, 178 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. നമ്മൾ വൈകുന്നേരം ഇറങ്ങിയിട്ട് നമ്മുടെ ആദ്യത്തെ ട്രിപ്പാണ്. അപ്പൊ ഏതായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അടുത്ത ട്രിപ്പ് അടിക്കുമോന്നറിയില്ല. നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ വേറെ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ അവിടെ ഫ്രണ്ടിൽ ഒതുക്കിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കാം. നമുക്ക് ഏതായാലും ട്രിപ്പ് അടിക്കുമില്ല നടത്തില്ല. ഇപ്പൊ നമ്മൾ ടോട്ടലി ഇപ്പം 9 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഏതായാലും നമുക്ക് ഹൈവേയിൽ ഇവിടെ ആകുമ്പോൾ വലിയ തിരക്ക് ഉണ്ടാവില്ല. സ്വസ്ഥമായിട്ട് കിടക്കാം. മറ്റേ ഹൈവേയിൽ നല്ല തിരക്കാണ്. അതുകൊണ്ടാണ് നമുക്കൊരു മടി. ഏതായാലും നോക്കാം. നമുക്ക് ട്രിപ്പ് പറ്റാം കേട്ടോ. ഇവിടുന്ന് ട്രിപ്പ് അടിക്കുന്നില്ല കേട്ടോ. നമുക്ക് ഇവിടുന്ന് മാറ്റിയിടാം. നമുക്ക് എടക്കൊച്ചിയിൽ കൊണ്ടിടാം. എടക്കൊച്ചി അല്ല, നമ്മുടെ പാമ്പാടിമൂല കൊണ്ടിടാം. അല്ലാണ്ട് ഒരു പരിപാടി നടക്കുകയല്ല. ഈ സമയത്തൊക്കെ ഇവിടുന്നൊക്കെ തീരെ ട്രിപ്പ് കുറവാണ്. കിട്ടിയിട്ടുണ്ട്, സമയമെടുക്കും. എന്നാണേ നമ്മൾ ട്രിപ്പും കൊണ്ടേ പോകുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് വെറുതെ കിടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ട്രിപ്പുമായിട്ടേ പോകുന്നുള്ളൂ. നമുക്ക് അവിടെ ഒരു കോളേജ് ഉണ്ടല്ലോ, ആ കോളേജിന്റെ അവിടെ പോയി കിടക്കാം. നമ്മള് ഊണൊക്കെ കഴിഞ്ഞാട്ടോ ഇറങ്ങിയേക്കുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, വിശക്കുന്നൊന്നുമില്ല. എന്നാണേലും ഇന്നിപ്പോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ട്രിപ്പ് കിട്ടും, അങ്ങനെ ഇങ്ങനെ ആനയെ കൂനെയാന്ന് പറഞ്ഞുകൊണ്ടാണ്. വണ്ടിയെ ഇടയ്ക്ക് നമ്മൾ ഉച്ചക്ക് വഴി കിടക്കുമ്പോ കൂട്ടുകാര് വേറെ മറ്റുള്ള വണ്ടിക്കാര് പറയാറുണ്ട്, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് വൈകിട്ട് പൊരിഞ്ഞ ഓട്ടമായിരിക്കും, അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാം. നമ്മളിതുവരെ വെള്ളിയാഴ്ച ദിവസമൊന്നും നമ്മൾ ഇറങ്ങിയിട്ടില്ല. 2 ദിവസമായുള്ളൂ നൈറ്റൊക്കെ ഓടാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാന്ന് അറിയില്ല. ഏതായാലും നമ്മൾ ഇറങ്ങി. ഇന്നലെ ഇറങ്ങിയിട്ട് നമുക്ക് 700 രൂപ നമ്മള് നൈറ്റിൽ ഓടിയെടുത്തു. ഇതിപ്പോ നമ്മള് 180 രൂപ ആയിട്ടുള്ളൂ വൈകുന്നേരം നൈറ്റിൽ ഇറങ്ങിയിട്ട്. നമുക്ക് കുറച്ചപ്പുറത്തോട്ട് മാറ്റിയിട്ട് അടച്ച കടകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സൈഡിൽ എവിടെയെങ്കിലൊക്കെ ഒതുക്കാം. നമുക്കിത് ഇവിടെ ഒതുക്കാം. ഏതോ ഒരു വീടാണ് കേട്ടോ.
ഇവിടെ നോക്കാം. ഓക്കെ, ഇവിടെ കിടക്കാം. ഇനിയിപ്പോ ഇവിടുന്ന് ട്രിപ്പ് അടിച്ചിട്ട് പോവാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് ഒന്നും ലഭിച്ചിട്ടില്ല കേട്ടോ. നമ്മള് ഇപ്പോഴും ഇടക്കൊച്ചി തന്നെ കിടക്കാണ്. നമ്മള് 1686 രൂപയാണ് ഇന്ന് ഏൺ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. സമയം ഇപ്പം 10:20 പ്രയോജനമൊന്നും ഇല്ല, ട്രിപ്പ് അടിക്കുന്നില്ല. വെറുതെ നമ്മൾ ഇവിടെ കിടക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ വെറുതെ വഴി കിടന്നുറങ്ങണ്ടല്ലോ, വീട്ടിലോട്ട് പോയേക്കാം. വീട്ടിൽ പോയി കിടന്നുറങ്ങാലോ. മഴയാണ് കേട്ടാ. അപ്പൊ പിന്നെ വീട്ടിലോട്ട് പോകാന്ന് വിചാരിച്ചു. കാരണം വെറുതെ ഇറങ്ങിയതാണ്. ആകെ 190 രൂപയാണ് നൈറ്റ് ഓടാൻ ഇറങ്ങിയപ്പോ കിട്ടിയത്. ഇന്നലെയൊക്കെ ഇറങ്ങിയെങ്കിൽ പോലും നമുക്ക് ട്രിപ്പ് അടിച്ച് കിട്ടിയായിരുന്നു കേട്ടാ. പക്ഷെ ഇന്നെന്താണ്, ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് പോലും നമുക്ക് ട്രിപ്പില്ല. ഇപ്പൊ നാളെ വൈകിട്ടത്തേക്ക് ചിലപ്പോ കിട്ടിയേക്കും. ഇന്നെങ്ങനെ, പക്ഷെ എന്ത് പറയാനാ, വരണ്ട, പോകണ്ടെന്ന് പറഞ്ഞതാ. എന്നാലും ഇല്ലടി, പോയിട്ട് വരാം. അല്ലെങ്കിൽ പോകണ്ടെന്ന് പെണ്ണുങ്ങളെ പറഞ്ഞതാ. അത് കേട്ടാ മതിയായിരുന്നു. ഇല്ലടി, പോയിട്ട് വരാം, 500 കിട്ടുന്ന ആട്ടെ എന്നും പറഞ്ഞോണ്ട് പോന്നാ. അപ്പൊ 500 കിട്ടിയില്ല. 180 രൂപ അങ്ങനെണ്ടാന്ന് തോന്നുന്നു ലാസ്റ്റ് നമുക്ക് കിട്ടിയേക്കുന്ന എമൗണ്ട്. 178 രൂപ, 180 ഇല്ല, 178 രൂപ, അത്രേ ഉള്ളൂ. 178 രൂപയാണ് ഞാൻ ചെയ്തേക്കുന്നത്. വെറുതെ ഇറങ്ങിയതാണ് കേട്ടാ, ഒരു രക്ഷയില്ല. ഏതായാലും വഴി കിടന്നുറങ്ങണ്ട, നേരെ വീട്ടിലോട്ട് പോവാ. എന്തിനാടാ കിടന്ന് ഓണടിക്കുന്നത്? വെറുതെ കിടന്ന് ഓണടിക്കുകയാണ്, എന്ത് കാര്യത്തിനാണ്? നമ്മള് ഓഫ്ലൈൻ ആക്കിയിട്ടില്ല കേട്ടോ. നമ്മള് പോവാണ്. തേവരയിലെങ്ങാനും എത്തിക്കഴിയുമ്പോ എല്ലാം കിട്ടിയാ രക്ഷപ്പെട്ടു. എന്തെങ്കിലും ആട്ടെ, 11 മണി വരെ ഓടാം, 11 വരെ ഓടാം. നമുക്ക് കിട്ടാത്തോണ്ട് ഏതായാലും നമ്മൾ ഇറങ്ങിയില്ലേ, തുനിഞ്ഞിറങ്ങിയ സ്ഥിതിക്ക് കിട്ടുന്നത് എടുക്കാന്നേ ഉള്ളൂ. ഏതായാലും തേവര ചെന്നിട്ട് നമുക്ക് ഓഫാക്കാം. തേവര വരെ കിടക്കട്ടെ, എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോവാം. എന്നിട്ട് നമുക്ക് നാളെ രാവിലെ ഇറങ്ങാം. നാളെ ഇപ്പൊ ശനിയാഴ്ച അല്ലേ, എങ്ങനെയാണെന്നറിയില്ല. ഓരോ ദിവസവും രാവിലെ ഇറങ്ങുമ്പോ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഇറങ്ങുന്നത്. പക്ഷെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് യൂബർ നമുക്കിട്ട് പണി തരികയാണ്. ട്രിപ്പ് വരുന്നില്ല, എന്താണെന്നറിയില്ല. 2-3 ദിവസമായിട്ട് തീരെ ട്രിപ്പ് കുറവാണ്. പ്രതീക്ഷയോട് കൂടിയാണ് ഇറങ്ങുന്നത്. പക്ഷെങ്കിൽ യൂബർ നമ്മളെ ഓമ്പിച്ച് പാലം കിടത്തുക. ഓക്കെ, ഇന്നങ്ങനെ 1000 രൂപയാണ് കേട്ടോ ഇന്ന് നമുക്ക് നമ്മുടെ ചെലവ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബാലൻസ് കിട്ടിയേക്കുന്ന എമൗണ്ട് ആണ് 1000 രൂപ കേട്ടാ. നമുക്ക് മിച്ചം പിടിക്കാൻ കിട്ടിയേക്കുന്ന എമൗണ്ട് ആണ് 1000 രൂപ. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? മൊത്തത്തിലൊരു ആലോചിക്കുമ്പോ ഒരു മനസ്സ് നിറച്ച് പുകയാണ്, ഒന്നും കാണാൻ പറ്റത്തില്ല. അതെ, ഇന്ന് ശരിയാകും നാളെ ശരിയാകും പറഞ്ഞു. പക്ഷെ അവിടെ ഒരു രക്ഷയില്ല. ഓക്കെ കേട്ടോ, നമുക്ക് ഏതായാലും നാളെ രാവിലെ ഇറങ്ങാം. എല്ലാം ഒരു പ്രതീക്ഷയാണല്ലോ. ഇന്ന് ശരിയാകും നാളെ ശരിയാകും, അതൊരു പ്രതീക്ഷയാണല്ലോ. അപ്പൊ നമുക്ക് നാളെ രാവിലെ ഇറങ്ങാം. ഒരു 5:30 ഇറങ്ങാം. 5:00 ഓൺലൈനിൽ വരാം കേട്ടാ. എന്തെങ്കിലും കിട്ടുമെന്നറിയില്ല. ഏതായാലും നമുക്ക് 5:30 ഓൺലൈനിൽ വരാം. ഓക്കെ, അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നല്ല പൊരിഞ്ഞ മഴ നടക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോ വളരെ ഇടക്കൊച്ചി തേവര പശ്ചിത്തോട് പാലത്തേലാണ് കേട്ടോ. വലിയ മഴ വന്നിട്ടൊക്കെയാണ്.
ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ. ഗാഡി ലോറി ആയോണ്ടേ അത് പതുക്കെ പതുക്കെ പോകുള്ളൂ, സെന്റർ പിടിച്ചേ പോകുള്ളൂ. ടൈറ്റ് ലോഡാ അതില്, ദോസ്താണ് പക്ഷെ ടൈറ്റ് ലോഡാ വണ്ടിയല്ലേ. അതിന്റെ പുറകെ നിന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നിരങ്ങി നിരങ്ങി നിൽക്കേണ്ടി വരും. നമുക്ക് ഈ രാത്രി 10:30 മണിക്ക് ഇവിടെ ചൂണ്ടയിടാൻ ആളുണ്ട് കേട്ടോ. ഇവർക്കൊന്നും വീട്ടിൽ പോകണ്ട പോലും. ഇവന് നല്ല പോലെ മുഴുത്ത മീൻ അടിച്ചേക്കുന്നു തോന്നുന്നു. അവൻ പിടിച്ചേക്കുന്ന മറ്റേ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതൊരുമാതിരി റാവ് പോലെ ഇരിക്കുന്നു. സ്രാവ് പിടിച്ചിട്ടുണ്ട്, സ്രാവ്. അവൻ പണിപ്പെട്ട കേട്ടോ വലിച്ചെടുക്കുന്നത്. പക്ഷെ അത്രയും വലിയ മീനൊക്കെ ആയെന്ന് പറഞ്ഞാലും നമുക്ക് പൊക്കിയെടുക്കല് റിസ്ക് ആണ്. കാരണം ഇത് ചെറുതായിട്ടെങ്ങാനും പൊക്കി വീണേക്കുന്നെങ്കില് ഈ പാലത്തിന്റെ ഹൈറ്റില് നമുക്ക് വെയിറ്റ് ഉള്ള മീനാണല്ലോ, ഈ പാലത്തിന്റെ ഹൈറ്റില് പൊക്കിയെടുക്കണം. ഈ പൊക്കിയെടുക്കുമ്പോ മീൻ എന്നാണേലും പിടയ്ക്കുമ്പോ നമ്മുടെ കയ്യിൽ വിട്ടുപോകും. ഏതായാലും അവൻ ആ മീൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ കേട്ടോ. കാരണം അവൻ അത്രമേലും മഴ നനഞ്ഞിരുന്നു, കൊടയൊക്കെ കയ്യിൽ നിന്ന് പോയി, മഴ നനഞ്ഞിട്ട് വലിച്ചു നോക്കുകയാണ്. ആ സ്റ്റിക്കാണെങ്കിൽ റാബോളി ഇരിക്കും. ഭയങ്കര മഴയാട്ടോ, ഒന്നും കാണാൻ പാടില്ല. അപ്പൊ നമുക്ക് നാളെ രാവിലെ ഇറങ്ങാം കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും കണ്ടിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ ബൈ.